ഒരു മാസം മുൻപ് സ്ഥാപിച്ച CJPയുടെ ജന്തർ മന്ദറിലെ സമരപന്തൽ പൊളിച്ചു നീക്കി ഡൽഹി പോലീസ്. ബലം പ്രയോഗിച്ചാണ് സമരപന്തൽ പൊളിച്ചു നീക്കിയത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു നടപടി. ഒരു പ്രകോപനവുമില്ലാതെ പോലീസ് ആക്രമണം നടത്തിയെന്ന് സമരക്കാർ പ്രതികരിച്ചു. ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് ശേഷം, അതായത് മണിക്കൂറുകൾ നീണ്ടു നിന്നിട്ടുള്ള പ്രതിഷേധത്തിന് ശേഷം ജന്തർ മന്ദിറിലെ ഈ സമരപന്തൽ അത് പൂർണ്ണമായും പോലീസ് പൊളിച്ചു നീക്കിയിരിക്കുകയാണ്. ഡൽഹി പോലീസിന്റെയും അതോടൊപ്പം തന്നെ മറ്റു സേനാ അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് ഈ സമരപന്തൽ ഇവിടെ നിന്നും പൊളിച്ചു നീക്കിയിരിക്കുന്നത്. നമുക്കറിയാം, സോനം വാങ്ചുക 22 ദിവസം നിരാഹാര സമരമിരുന്ന സമരപന്തലാണിത്. അതോടൊപ്പം തന്നെ അഭിജിത് ദീപ്കയും മറ്റു അംഗങ്ങളുമൊക്കെ തന്നെയും ഈ മേഖലയിൽ ഈ സ്റ്റേജിലാണ് പൂർണ്ണമായും നിരാഹാര സമരം തുടർന്നിരുന്നത്. ഈ ഒരു സമരപന്തലാണ് ഇപ്പോൾ പൂർണ്ണമായും ഡൽഹി പോലീസും സേനാ വിഭാഗങ്ങളും പൊളിച്ചു നീക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് കാണാം, വലിയ തോതിൽ ഈ പ്രതിഷേധക്കാർ ഇവിടെ എത്തിയിരുന്നു. അവരുടെ ചെരുപ്പുകളും മറ്റു സാമഗ്രികളടക്കം ഇപ്പോൾ ഇവിടെ പൂർണ്ണമായും തന്നെ ഇങ്ങനെ കിടക്കുകയാണ്. എത്രത്തോളം അക്രമാസക്തമായിക്കൊണ്ടാണ് പോലീസ് ഇവിടെ നിന്നും ഈ ആളുകളെ നീക്കം ചെയ്തത് എന്നുള്ളത് കൃത്യമാവുകയാണ്. അവരുടെ കൊടിതോരണങ്ങൾ അടക്കമുള്ളവ ഇവിടെ ഇപ്പോഴും കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പോലീസ് അവരുടെ സാമഗ്രികൾ അടക്കം ഇപ്പോൾ ഇവിടെ നിന്നും എടുത്ത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമരപന്തലിൽ അവർ ഉപയോഗിച്ചിരുന്ന ഭരണഘടന, അതോടൊപ്പം തന്നെ മറ്റു ശില്പങ്ങളടക്കമുള്ളവ ഉണ്ട്. അവയൊക്കെ തന്നെയും പൂർണ്ണമായും ഡൽഹി പോലീസ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുകയാണ്. ഈ ജന്തർ മന്ദിറിൽ ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് ഉണ്ടായിരുന്നത്. ഈ പ്രതിഷേധക്കാരെ പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഇവർക്ക് നൽകിയിരുന്ന അടിയന്തര സഹായങ്ങൾക്കായിട്ട് നൽകിയിരുന്ന മരുന്നുകളൊക്കെ തന്നെ ഇവിടെ ചിഹ്നം ഭിന്നമായിട്ട് കിടക്കുകയാണ്. ഇത് ഒക്കെ തന്നെയും ഡൽഹി പോലീസിന്റെ ഒരു നരനായാട്ട് എത്രത്തോളമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഡൽഹി പോലീസ് പൂർണ്ണമായും ജന്തർ മന്ദിർ വളഞ്ഞിരിക്കുകയാണ്. വലിയ തോതിലുള്ള പ്രതിഷേധം ഇതിനോടകം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ദിവസങ്ങളോളം, പ്രത്യേകിച്ചും 23 ദിവസമാണ് ഇവിടെ പ്രതിഷേധങ്ങൾ നടന്നത്. ഈ പ്രതിഷേധത്തെ ഇപ്പോൾ ഡൽഹി പോലീസ് അടിച്ചമർത്തുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുന്നു. എല്ലാ മേഖലയിൽ നിന്നും ഈ പ്രതിഷേധക്കാരെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ വിവിധ സംഘടനകൾ ഐസയുടെ ടെന്റാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പ്രതിഷേധക്കാരെ പൂർണ്ണമായും ഒഴിപ്പിച്ചിരിക്കുന്നു. അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ ബാഗുകളും വസ്ത്രങ്ങളും കൊടിത്തോരണങ്ങളും ഒക്കെ തന്നെയുണ്ട്. അവരുടെ ടെന്റ് പൂർണ്ണമായും ഇങ്ങനെ നശിപ്പിച്ചിരിക്കുകയാണ്. അത്തരത്തിലൊരു പ്രവൃത്തിയിലേക്കാണ് ഡൽഹി പോലീസ് കടന്നിരിക്കുന്നത്. മറ്റൊന്ന്, SFI അടക്കമുള്ള സംഘടനകളുടെ ടെന്റുകളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. അതൊക്കെ തന്നെയും പൂർണ്ണമായി ഇങ്ങനെ നശിപ്പിച്ച് നട്ടുന്ന, തകർത്തിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കടന്നിരിക്കുന്നു. തീർച്ചയായും ഡൽഹി പോലീസിന്റെ, കേന്ദ്ര സർക്കാരിന്റെ ഒരു നരനായാട്ടിലേക്ക് തന്നെ ജന്തർ മന്ദിർ സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. എന്തായാലും നിലവിൽ അനുമതി ഉണ്ടായിരുന്നില്ല ഈ പാർലമെന്റ് സമ്മേളനത്തിന്. അതുകൊണ്ട് തന്നെ അതിനുശേഷം കൃത്യമായിട്ടുള്ള ചില ചർച്ചകൾ നടന്നിരുന്നുവെങ്കിലും അത് പരാജയപ്പെടുന്ന സ്ഥിതിയിലേക്ക് ഒരു ഘട്ടത്തിൽ കടന്നു. പിന്നീട് വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തു. തണ്ണീർ വാതകം പ്രയോഗിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്നും ഈ പ്രതിഷേധക്കാരെ പൂർണ്ണമായും നീക്കാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് SFIയുടെ ആദർശം സജി അടക്കം നിരാഹാര സമരം ഇരുന്നിരുന്ന ഈ ഒരു ടെന്റ് അത് പൂർണ്ണമായും തന്നെ പൊളിച്ചു നീക്കിയിരിക്കുകയാണ്.